കേരളത്തെ നടുക്കിയ പാലക്കാട് ജില്ലയിലെ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയായ ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻ കോടതി വിധിച്ചിരിക്കുകയാണ്. അയൽവാസിയായ സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി കുറ്റം തെളിഞ്ഞതായി കണ്ടെത്തിയത്. കേസിന്റെ ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ കോടതി മുറിയിൽ ചെന്താമര നടത്തിയ വെല്ലുവിളി നിറഞ്ഞ പരാമർശങ്ങളും പെരുമാറ്റങ്ങളും ശ്രദ്ധേയമായിരിക്കുകയാണ്. വിധി കേട്ട ശേഷവും യാതൊരു കുറ്റബോധവും പ്രകടിപ്പിക്കാതിരുന്ന ചെന്താമര കോടതിയിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ പ്രതികരിച്ചു. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിക്കാൻ ഞാൻ ഗാന്ധിജിയല്ല, ആവശ്യമെങ്കിൽ മറ്റുള്ളവരെയും കൊല്ലും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. എഴുതാൻ പറ്റുന്നത് എഴുതിക്കും എന്നും ജഡ്ജിയോട് പറഞ്ഞതായി കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കും വരണം, അപ്പോൾ അറിയാം എനിക്ക് തടസ്സം നിന്നാൽ ഇങ്ങനെയായിരിക്കും പെരുമാറ്റം എന്നുമാണ് പ്രതി കോടതിയിൽ പറഞ്ഞത്. പ്രതിയുടെ ഈ പ്രതികരണങ്ങൾ കോടതി മുറിയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ അമ്പരപ്പിക്കുകയും കേസിന്റെ ഗൗരവം കൂടുതൽ ചർച്ചയാക്കുകയും ചെയ്തു. വിധിക്ക് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ചെന്താമരം ആദ്യം ഒന്നും പറയാനില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. പിന്നീട് എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. കേസിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് മറ്റന്നാളായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വലിയ ചർച്ചയായ ഈ ഇരട്ട കൊലപാതകം നടന്നത് 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അവരുടെ വീട്ടിൽ വെച്ചാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കുടുംബ വഴക്കും മുൻ വൈരാഗ്യവുമാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആക്രമണത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും വനമേഖലയിലേക്ക് ഒളിവിൽ പോവുകയും ചെയ്തു. കൊലപാതകത്തിന് പിന്നാലെ പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് വൻതോതിലുള്ള തിരച്ചിൽ ആരംഭിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെയായിരുന്നു തിരച്ചിൽ നടത്തിയത്. 2 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ 2025 ജനുവരി 28 രാത്രി ഏകദേശം 11 മണിയോടെ പോത്തുണ്ടി മട്ടായി വനമേഖലയിൽ നിന്ന് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയുടെ അറസ്റ്റ് കേസിന്റെ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി. അന്വേഷണത്തിന്റെ ഭാഗമായി 2025 ഫെബ്രുവരി 5 എലവഞ്ചേരിയിൽ തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയ സ്ഥലത്താണ് തെളിവെടുപ്പ് നടന്നത്. ശാസ്ത്രീയ തെളിവുകൾ, ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ, സാക്ഷിമൊഴികൾ എന്നിവയുമായി അടിസ്ഥാനത്തിൽ പോലീസ് കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. ചെന്താമരയുടെ ക്രിമിനൽ പശ്ചാത്തലവും കേസിൽ നിർണായകമായി. 2019 പോത്തുണ്ടി സ്വദേശിനിയായ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്ന ചെന്താമരയ്ക്ക് 2022 ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പോത്തുണ്ടിയിൽ തന്നെ താമസിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് 2025 ഫെബ്രുവരി 18 ആ കേസിലെ ജാമ്യം കോടതി റദ്ദാക്കി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ഗുരുതര കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് നിയമ സംവിധാനത്തെയും സമൂഹത്തെയും ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. കേസിന്റെ അന്വേഷണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. 2025 മാർച്ച് 3 പ്രധാന സാക്ഷികളുടെ രഹസ്യമൊഴികൾ ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തി. തുടർന്ന് മാർച്ച് 25 അന്വേഷണ സംഘം കോടതിയിൽ 480 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ 132 സാക്ഷികളെയും 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിചാരണ നടപടികൾ 2025 ഫെബ്രുവരി 23 മെയ് 6 വരെ നീണ്ടുനിന്നു. കേസിൽ ഹാജരായ 132 സാക്ഷികളിൽ 4 പേർ വിചാരണയ്ക്കിടെ തന്നെ കൂറുമാറിയെങ്കിലും മറ്റ് സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ചേർന്നാണ് പ്രോസിക്യൂഷൻ കുറ്റം തെളിയിച്ചത്. തെളിവുകളുടെ വിശ്വസ്തതയും അന്വേഷണത്തിന്റെ കൃത്യതയും കോടതി അംഗീകരിച്ചതോടെയാണ് പ്രതിയെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചത്. ഈ കേസിന്റെ വിചാരണ കേരളത്തിലെ നിയമവ്യവസ്ഥയുടെ കാര്യക്ഷമതയെയും ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും പ്രാധാന്യത്തെയും വീണ്ടും എടുത്തുകാട്ടുന്ന ഒന്ന് തന്നെയാണ്. കൊലപാതകത്തിനു ശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിയെ പിടികൂടുകയും തെളിവുകൾ ശേഖരിക്കുകയും ശക്തമായ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം കേസിൽ നിർണായകമായി. ഫോറൻസിക് തെളിവുകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും
പരസ്പരം പൊരുത്തപ്പെടുന്നുവെന്ന് കോടതി വിലയിരുത്തിയതും കുറ്റവിവേചനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. അതേസമയം കോടതിയിൽ പ്രതി നടത്തിയ പരാമർശങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കുറ്റക്കാരനായി കണ്ടെത്തിയ ശേഷവും യാതൊരു പശ്ചാത്താപവും പ്രകടിപ്പിക്കാത്ത വെല്ലുവിളി നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചത് കേസിന്റെ ഗൗരവം കൂടുതൽ ഉയർത്തി. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന ദിവസം കോടതി എന്ത് ശിക്ഷയാണ് വിധിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ. കുറ്റത്തിന്റെ സ്വഭാവം, പ്രതിയുടെ പെരുമാറ്റം, ലഭ്യമായ തെളിവുകൾ, നിയമപരമായ വ്യവസ്ഥകൾ എന്നിവ പരിഗണിച്ചായിരിക്കും അന്തിമ ശിക്ഷ നിർണയിക്കുക. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കുറ്റകൃത്യമായിരുന്നു. 1.5 വർഷത്തിലേറെ നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കുറ്റക്കാരനെ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇരകളുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിലേക്കുള്ള പ്രധാന ഘട്ടമായാണ് ഈ വിധിയെ വിലയിരുത്തുന്നത്. ഇനി ശിക്ഷാവിധിയിലൂടെ കേസിന്റെ നിയമ നടപടികൾ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമൂഹത്തെ നടുക്കിയ ഈ കേസിൽ കോടതി പ്രഖ്യാപിക്കുന്ന ശിക്ഷ കേരളത്തിന്റെ നിയമ ചരിത്രത്തിലും ശ്രദ്ധേയമായ തീരുമാനങ്ങളിലൊന്നായി രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം.